നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞതും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം നേരുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ്. മാംഗ്ലൂർ ബൺസ് ആണിത്. ബനാന പൂരി എന്നും പറയാം. നന്നായിട്ട് പഴുത്തു വന്ന ബനാന ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബണ്ണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണിത്. ഇതിനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ല സ്നാക്ക് ആയിട്ടും എല്ലാം സെർവ് ചെയ്യാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ബനാന പൂരി. വളരെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കാം നമുക്കിത്. ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ചൂടോട് കൂടെ തന്നെ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. വളരെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ മാംഗ്ലൂർ ബൺ അല്ലെങ്കിൽ ബനാന പൂരി തയ്യാറാക്കി എടുക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ബനാന എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ബനാനയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയധികം പഴുത്തത് കൊണ്ട് തന്നെ ഇത് അങ്ങനെ കഴിക്കാൻ കഴിയില്ല, അത്രയും പഴുത്തതാണ്. ഈ ബനാന വേസ്റ്റ് ചെയ്ത് കളയാതെ ഇങ്ങനെ പൂരി ഉണ്ടാക്കിയിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇവിടെ ഞാൻ നേന്ത്രപ്പഴവും ചെറുപഴവും എടുത്തിട്ടുണ്ട്. 2 ബനാന ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചെറുപഴം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ചെറുപഴം ഉണ്ണിയപ്പത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഞാൻ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇത് ഒന്നുകിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മാഷ് ചെയ്തെടുക്കാം. നന്നായി പഴുത്തു വന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ എനിക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ട് മാഷ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്, വലിയ നേന്ത്രപ്പഴമാണിത്. ഇനി ചെറുപഴമാണെങ്കിൽ 2 or 3 എണ്ണ എടുക്കാം. നന്നായിട്ട് തന്നെ നമുക്ക് ഈ ബനാനയെ മാഷ് ചെയ്തെടുക്കാം. നമ്മുടെ ബനാന മാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ തൈരാണ് ചേർക്കുന്നത്. 1/4 കപ്പ് തൈര് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തൈര് തന്നെയാണ് ചേർക്കുന്നത്. തൈരിന് പകരമായിട്ട് നമുക്ക് യോഗട്ടും ചേർക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് നല്ല ജീരകം ചേർക്കാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇത് ഒന്നുകൂടി ഒന്ന് മധുരം വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർക്കാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ അതിന്റെ താഴെ മതി. 1 പിഞ്ചോ 2 പിഞ്ചോ ഒക്കെ ചേർത്താൽ മതി. അത്രയും കുറച്ച് മതി ബേക്കിംഗ് സോഡ. നമുക്ക് ഇതിനെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത്. ഇതിലോട്ട് നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഉപയോഗിക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. മൈദ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റ് ആയിരിക്കും. ഗോതമ്പ് പൊടി അത്രയും സോഫ്റ്റ്നെസ് വരില്ല, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഗോതമ്പ് പൊടി ഉപയോഗിച്ചാലും. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് ഞാൻ 1 കപ്പ് ചേർക്കുകയാണ്. ഇനി കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിലോട്ട് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ തൈരും മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബനാനയും ഒക്കെ കൂടെ മിക്സ് ചെയ്തപ്പോഴേക്കിനും അത്യാവശ്യം നന്നായിട്ട് വെള്ളം തന്നെ ഉണ്ട് ഇതില്. നന്നായിട്ട് തന്നെ ഇതിനെ നമുക്ക് കുഴച്ചെടുക്കണം. വേണമെങ്കിൽ 3-4 മിനിറ്റ് ഇതിനെ കുറച്ച് പൊടിയൊക്കെ തൂവിയിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഓവർനൈറ്റ് തന്നെ ഈ മാവ് തയ്യാറാക്കി വെക്കുകയാണ്. ഈവനിങ് സ്നാക്ക് ആയിട്ടാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ഈ മിക്സിനെ രാവിലെ തന്നെ റെഡിയാക്കി വെക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും എന്നാലേ നന്നായിട്ട് സോഫ്റ്റ് ആയി വരുള്ളൂ. ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനെ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ തടവി വെക്കുകയാണ്. ഒരു ബൗളിലാക്കിയിട്ട് നമുക്ക് ഇതിനെ അടച്ചു വെക്കാം. ഒരു നനഞ്ഞ തുണിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അടച്ചു വെക്കാവുന്നതാണ്. നന്നായിട്ട് സോഫ്റ്റ് ആയി വരട്ടെ. നമുക്കിതിനെ അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഞാൻ ചൂടാക്കി എടുക്കുകയാണ്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ മാവാണ്. കയ്യിൽ എണ്ണ തടവിയതിനു ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ പീസ് എടുക്കാം. ഇനി കൈവെള്ളയിലിട്ട് ഒന്ന് പരത്തിയെടുക്കണം. വേണമെങ്കിൽ ഇതിനെ ചപ്പാത്തി റോൾ ചെയ്യുന്നത് പോലെ റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയെടുത്താലും മതി. ഞാൻ ഇതിനെ കൈവെള്ളയിൽ ഇട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബണ്ണ് അല്ലെങ്കിൽ ഈ പൂരിയെ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. നമ്മൾ സാധാരണ പൂരി ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ.
നമുക്കിതിനെ മുകളിൽ പ്രസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്കിതിനെ. അപ്പൊ ഇത് പൂരി പോലെ നന്നായിട്ട് പൊങ്ങി വരും. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം പഞ്ചസാരയും ബനാനയും ഒക്കെ ഉള്ളതാണ് ഇതിൽ, പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് വരും. ഇപ്പൊ നമ്മുടെ പൂരി നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ല കളർ വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കും ഇതിന്റെ അകംഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. സാധാരണ പൂരിയൊന്നും പോലെ ഇത് എണ്ണയൊന്നും കുടിക്കില്ല. മുകൾ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. ഇതുപോലെ നമുക്ക് അടുത്ത പൂരി തയ്യാറാക്കിയെടുക്കാം. ചെറിയൊരു പോർഷൻ മാവ് എടുത്ത് കൈവെള്ളയിൽ ഇട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ല ചൂടായ എണ്ണയിലോട്ട് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മുകൾ ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ ഇത് പൊങ്ങി വരുള്ളൂ. നമ്മുടെ അടുത്ത പൂരിയും തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പൂരിയും റെഡിയാക്കി എടുക്കണം. നമ്മുടെ മൂന്നാമത്തെ ബണ്ണും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള മാംഗ്ലൂർ ബണ്ണിൽ ബനാന പൂരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ നല്ല തേങ്ങ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.